എന്തിനാടാ നീ പരവുള്ളിറങ്ങി ഇത്രയും നാൾ മുങ്ങി നടന്നത്? അതുകൊണ്ട് എനിക്കുണ്ടായ കഷ്ടപ്പാടുകൾ എത്രാന്ന് നിനക്കറിയാമോ? വന്നിട്ട് തിരിച്ചു പോവാൻ തോന്നുന്നില്ല സാറേ. ഞാൻ ജയിലിൽ പോയപ്പോഴത്തെ നാടാണോ ഇത്? 1 രൂപയ്ക്ക് 1 കിലോ അരി, അത് 25 കിലോ വരെ കിട്ടും. എന്നാ പിന്നെ അങ്ങ് നന്നായി. നന്നായി സാറേ, നന്നായി. എല്ലാവരും നന്നായി. എന്റെ മോക്കെ 22 വയസ്സ് വരെ വിദ്യാഭ്യാസം സൗജന്യം. അതൊക്കെ ഞാൻ ഇന്നാണല്ലേ അറിഞ്ഞത്. സാറ് കേക്കണം, പണ്ടൊക്കെ എന്റെ വീട്ടിലോട്ട് പോവാൻ ഒരു നടപ്പാത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പം പ്രധാനമന്ത്രിയുടെ സടക്ക് യോജനയോ അങ്ങനെ ഏതാണ്ടിലോ പെടുത്തി നല്ല 1-ാം തരം റോഡാ എന്റെ വീട് മുറ്റത്തൂടെ പോകുന്നത്. അതിന് നിനക്ക് സ്വന്തമായിട്ട് വീടുണ്ടോടാ? ഉണ്ടായി സാറേ, ഉണ്ടായി. പുറമ്പോക്കായിരുന്നല്ലോ, അത് പതിച്ചു കിട്ടി. വീടില്ലാത്തവർക്ക് വീട് വെക്കുന്നതിനുള്ള ധനസഹായവും കിട്ടി. ഓഹോ, വീടില്ലാത്തത് കൊണ്ടാണല്ലോ ഞാൻ ഈ ജയിലിൽ കിടന്നത്. ഞാനൊന്ന് മാറി നിന്നപ്പോ വീട്ടുകാർക്ക് വീടുമായി. അവർക്കൊക്കെ ഇപ്പൊ എന്നെ എന്താ കാര്യം എന്നറിയോ? എന്നാലും ജീവിക്കാനൊരു തൊഴിൽ വേണ്ടടാ. ഉണ്ടല്ലോ. ഞാനിപ്പോ കുറെ നാള് വീട്ടിലോട്ട് ചെന്നില്ലേലും പെണ്ണുമ്പിള്ളയുടെ കാര്യങ്ങളൊക്കെ നടക്കും. അതെങ്ങനെ? അവൾക്ക് കുടുംബശ്രീയുടെ തൊഴിലുറപ്പുണ്ട് സാറേ. പിന്നെ അച്ഛന് ക്യാൻസർ ആയിരുന്നല്ലോ, അതൊക്കെയല്ലേ ഞാൻ ഇവിടെ നിന്ന് മാറി നിന്നത്. എന്റെ സാറേ, ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കാൻ മുഖ്യമന്ത്രി സാറ് ജനസമ്പർക്ക പരിപാടി നടത്തിയല്ലോ. കാരുണ്യ ലോട്ടറി ഇല്ലേ, കാരുണ്യ. ക്യാൻസർ ആണെന്നും പറഞ്ഞ് പെണ്ണുമ്പിള്ള ഒരു അപേക്ഷ എഴുതി കൊടുത്തപ്പോ എത്ര കാശാ വീട്ടിൽ കിട്ടിയെന്നറിയോ? അതുകൊണ്ടെന്താ, അച്ഛൻ പയറ് മണി പോലല്ലേ ഓടി നടക്കുന്നത്. ഇപ്പൊ സാറിന് എന്നെ അഴിച്ചുവിടാൻ തോന്നുന്നുണ്ടല്ലേ? അയ്യോ സാറേ, എന്തുവാ ഇത്? എന്റെ സാറേ, പോന്ന പോക്ക് കണ്ട? പണ്ട് എന്റെ നാട്ടിൽ ആനവണ്ടി പോയിരുന്ന സ്ഥാനത്താ ഇപ്പൊ ഓൾവോ വണ്ടി. പിന്നെ അതിനകത്തൊന്ന് കേറണം, കുളുകുളാന്നുള്ള തണുപ്പാ. പിന്നെ ഞാൻ എങ്ങനെ സാറിന്റെ കൂടെ വരും? സാറൊന്ന് പറ. പിന്നെ കൊച്ചിയിലെ മെട്രോ, എന്റെ കൊച്ചച്ഛന്റെ മോൻ അതിന് പണിയും കിട്ടി. പിന്നെ ആകാശ കാറ് വരുന്നു, സ്മാർട്ട് സിറ്റി വരുന്നു, ജോലി വരുന്ന വഴി കണ്ടോ സാറേ? ആൾക്കാർ കേൾക്കുന്നു. പിന്നെ ഇവിടുത്തെ കൊച്ചു പിള്ളേർക്ക് വരെ അറിയാവുന്ന കാര്യമല്ലേ? ശരി ഇങ്ങോട്ട് നടക്കടാ. ഇങ്ങോട്ട് ജയിലിൽ ഇപ്പൊ നല്ല സൗകര്യമാ. ചപ്പാത്തി ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന കാരണം നാട്ടുകാർക്ക് നല്ല ഭക്ഷണവും കിട്ടും. നിനക്കൊക്കെ നല്ല സമ്പാദ്യവും. എന്റെ കയ്യിലിരിപ്പ് കാരണം പരോള് കിട്ടാൻ അല്പം താമസിച്ചു. പിന്നെ വീട്ടിൽ ചെന്നപ്പോഴല്ലേ കാര്യം അറിയുന്നത്. ഞങ്ങളുടെ റേഷൻ കാർഡ് BPL ആക്കി. മോളുടെ കല്യാണത്തിന് വിവാഹ ധനസഹായം കിട്ടി. തെങ്ങീന്ന് വീണ നട്ടിലൊടിഞ്ഞ കൊച്ചേട്ടന് ധനസഹായവും പെൻഷനും അവസാനം 3 വീലറും കിട്ടി. മനുഷ്യരായ നന്ദി വേണം സാറേ, നന്ദി. അപ്പം ശരീരം അനങ്ങാതെ വല്ലതും തിന്നോണ്ടിരുന്നാ മതിയല്ലോ. ആര് ചുമ്മാതിരിക്കുന്നു? ആടുഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി എത്ര ആടിനെ കിട്ടിയെന്നറിയോ? ഞങ്ങളെ ഇപ്പൊ ആട് കൃഷി നടത്തുകയാ. അയ്യോ, വെറുതെ ഇരുന്ന് തിന്നാനേ. ഞാൻ കള്ളനൊന്നുമല്ല. കണ്ടോ സാറേ, ഇത് നമ്മുടെ നാട്ടിൽ നാഷണൽ ഗെയിംസ് നടന്ന സ്ഥല. ഇതുണ്ടല്ലോ ലോകത്തിലെ ഭയങ്കര സ്റ്റേഡിയം എന്നാ പറയുന്നത്. നീ പറഞ്ഞത് നേരാ. ഏഷ്യയിലെ വലിയ സ്റ്റേഡിയങ്ങളിൽ ഒന്നാ. കേരളത്തിന്റെ സ്പോർട്സ് മേഖല ഒറ്റ നാഷണൽ ഗെയിംസ് കൊണ്ട് ലോക പ്രസിദ്ധി നേടി. എന്താടാ സാറേ, എന്തായാലും സാറിനെ ഹാജരാക്കും. പിന്നെ എന്റെ കാര്യം നിയമം തീരുമാനിക്കും. അതെ, അതിനു മുമ്പ് ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഭഗവാനേ, എത്ര സുന്ദരമായ കാലം. തെറ്റ് ചെയ്യാൻ തോന്നിയത് നിവൃത്തിയില്ലാത്ത കാലത്തായിരുന്നു. എന്നോട് പൊറുക്കണം. ഈ സാറിന്റെ സർവീസിനൊരു തടസ്സവും വരുത്തരുതേ. പറ്റുമെങ്കിൽ സാറിനെ തണ്ടർബോൾട്ട് സംവിധാനത്തിൽ എടുക്കണം. മഹാബലി തമ്പുരാന്റേതുപോലുള്ള നന്മ നിറഞ്ഞ ഭരണകാലങ്ങൾ നീണാൽ വാഴട്ടെ.